അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. നല്ല ദഹനത്തിന് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ കുറച്ചുണ്ട്. സാധാരണ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പലപ്പോഴും അലട്ടാറുണ്ട്. നമുക്കൊരു ചെറിയൊരു ദഹന സംബന്ധമായിട്ടുള്ളൊരു വിഷയം വന്നാൽ മതി, നമ്മുടെ അന്നത്തെ ദിവസം മൊത്തം നമുക്ക് മോശമാകാൻ അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കല്യാണത്തിന് പോയി അല്ലെങ്കിൽ പുറത്തു നിന്നൊരു ഭക്ഷണം കഴിച്ചു, അല്പം നമുക്ക് വയറുവേദന അല്ലെങ്കിൽ ഛർദിൽ, വയറിളക്കം, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത, ഗ്യാസ്, അല്ലെങ്കിൽ ഒരു തേട്ടി വരവ്, അല്ലെങ്കിൽ പുളിച്ചത് കെട്ടൽ, അല്ലെങ്കിൽ എന്തോ തൊണ്ടയിൽ വന്ന് മുട്ടി നിൽക്കുന്ന പോലുള്ള ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ വയറിൽ എരിച്ചിൽ, നെഞ്ചരിച്ചിൽ, പുളിച്ചത് കെട്ടൽ എന്നിങ്ങനെ തുടങ്ങി ഒട്ടനവധി രോഗലക്ഷണങ്ങളും നമ്മുടെ ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ തന്നെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിവെക്കുന്ന ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് പോലെയുള്ള രോഗങ്ങളിലേക്കൊക്കെ, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ, പുണ്ണ് പോലെയുള്ള രോഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഹെമറോയിഡ്, നമ്മുടെ പൈൽസ് പോലെയുള്ള രോഗത്തിലേക്കൊക്കെ വഴിവെക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ദഹന പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളെ തന്നെ കുഴക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അനുഭവസ്ഥരാണ്. അപ്പോൾ അതിലേറ്റവും നമ്മുടെ ദഹനത്തിന് ഉതകുന്ന ഭക്ഷണങ്ങളിൽ ഒരു ഭക്ഷണമാണ് നമ്മുടെ തൈര് എന്ന് പറയുന്നത്. വളരെയധികം നല്ല ബാക്ടീരിയകൾ അടങ്ങിയ പ്രൊബയോട്ടിക് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് തൈര് എന്നുള്ളത്. പല ദഹന പ്രശ്നത്തെയും നമുക്ക് വളരെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് തൈര് എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് തൊണ്ടയിൽ മുട്ടി നിൽക്കുന്ന രോഗാവസ്ഥ വരുന്ന GERD പോലുള്ള നമ്മുടെ അന്നനാളത്തിൽ നിന്ന് ആമാശയത്തിലേക്കുള്ള ഭക്ഷണങ്ങൾ പോകുന്ന സമയത്ത് അത് തിരിച്ചു കയറുന്ന രീതിയിൽ നമുക്ക് ഗ്യാസ്ട്രോ ഇസോഫാഗൽ ജംഗ്ഷനിൽ അവിടെ ഉണ്ടാകുന്ന ഒരു മസിൽസിനുണ്ടാകുന്ന വീക്ക്നെസ്, അത് പലപ്പോഴും ഭക്ഷണം തിരിച്ചു കയറാനും അതുവഴി ഗ്യാസും അതുപോലെയുള്ള റിഫ്ലക്സൊക്കെ കൂടി തൊണ്ടയിലൊക്കെ മുട്ടി നിൽക്കുന്ന സാഹചര്യം വരാറുണ്ട്. അപ്പം നമ്മൾ തൈരൊക്കെ ലസ്സി പോലെ പഞ്ചസാരയൊക്കെ ഇട്ട് എന്നിട്ട് ജ്യൂസ് ചെയ്തിട്ടൊക്കെ കഴിക്കുമ്പോൾ പലപ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് അക്യൂട്ടായിട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം കൂടുതലായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ എൻഡോസ്കോപ്പി എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് അതിനുള്ള പരിഹാരം തേടണം എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഭക്ഷണമാണ് നമ്മുടെ തൈര് എന്നുള്ളത്. പിന്നെ രണ്ടാമതായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ദഹന പ്രശ്നങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഭക്ഷണമാണ് പെരുംജീരകം എന്നുള്ളത്. പെരുംജീരകം ധാരാളം ഫൈബർ അടങ്ങിയ ഒരു ഭക്ഷണമാണ്. നമ്മുടെ ഡൈജഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കും. അതുപോലെ മലബന്ധത്തെയൊക്കെ തടയാനും കോൺസ്റ്റിപ്പേഷനൊക്കെ തടയാനും വയറിനെ നല്ല രീതിയിൽ തന്നെ മലശോധന ഉണ്ടാക്കാനും സഹായിക്കുന്നൊരു ഭക്ഷണമാണ് പെരുംജീരകം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭക്ഷണമാണ് പപ്പായ എന്ന് പറയുന്നത്. നമുക്ക് പപ്പായൻ എന്ന് പറയുന്നത് നമുക്ക് നല്ല മലശോധന ലഭിക്കാനും അതുപോലെ ദഹന പ്രക്രിയയെ വളരെ സുഗമമാക്കാനുമുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് നമ്മുടെ പപ്പായ എന്ന് പറയുന്നത്. അതും നമുക്ക് ഈ ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ്. അതുപോലെ തന്നെ ധാരാളം നാരുകൾ അടങ്ങിയ നമ്മുടെ പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ നമ്മുടെ ദഹനത്തെ വളരെ സ്മൂത്ത് ചെയ്യും. അല്ലാത്ത പക്ഷം നമ്മൾ അത്തരം ഭക്ഷണങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് മൂലം നമുക്ക് ഇത്തരം ദഹനത്തിൻ്റെ പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതുപോലെ ഇത്തരം നമുക്ക് സ്ഥിരമായിട്ട് നോൺ വെജ് കഴിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഹെമറോയിഡ്സിൻ്റെ ബുദ്ധിമുട്ടുള്ള, പൈൽസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകളിലൊക്കെ ഉള്ളി, ഒനിയൻ, നമ്മുടെ വലിയുള്ളി, സവാള പോലെയുള്ള ഭക്ഷണം വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ദഹന പ്രക്രിയയെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ, പ്രത്യേകിച്ച് എല്ലാ ഉള്ളികളും നമ്മുടെ പ്രത്യേകിച്ച് വലിയുള്ളി, ചുവന്നുള്ളി പറയുന്ന ചീരുള്ളി, അതുപോലെ വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. അതൊക്കെ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ് ഈ ഒരു ദഹനത്തെ സുഗമമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം. നന്ദി. അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു.